ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ ബേസിക്കലി ഇതൊരു ക്ലാസ് അല്ല, ക്ലാസ്സിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അതിന് ശീലമായി പോയിട്ടോ. സോ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC എക്സാംസിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര എക്സാംസ് ഉണ്ട്, അതിൽ തന്നെ അതിൻ്റെ സാലറി, പോസ്റ്റ്, ഏജ് ലിമിറ്റ്, അതേപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സിലബസ് ഒക്കെ സെയിം ആണോ ഡിഫറെൻ്റ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഏതൊരു ടോപ്പിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ SSCയുടെ ഏത് എക്സാമിനെ കുറിച്ചിട്ടും പറയുന്നതിന് മുൻപേ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മെയിൻലി SSC കണ്ടക്ട് ചെയ്യുന്നത് 4 എക്സാംസ് ആണ്. ഓക്കെ, SSC CGL, GD, CHSL, MTS, പിന്നെ JEE എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ആക്ച്വലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം, സിവിൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഓരോ പാർട്ട് അതിലേക്ക് ആക്ച്വലി ഉണ്ട്. സോ ഞാൻ നോർമലായിട്ട് കോമൺ ആയിട്ടുള്ള 4 SSC എക്സാമിനെ കുറിച്ച് പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള 4 എക്സാമാണ്. SSC CGL എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം ആണ്, ഏറ്റവും ടഫസ്റ്റ് ആണ്. SSCയുടെ എക്സാംസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് CGL, ഡിഗ്രി ലെവൽ എക്സാമാണ്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന എക്സാമാണ് SSC CHSL. അത് +2 ലെവൽ എക്സാമാണ്, 12th ലെവൽ എക്സാമാണ്. ഓക്കെ, സോ 12th സർട്ടിഫിക്കറ്റ് +2 മാത്രം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാം. 10th ലെവൽ എക്സാം ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് 10th ലെവൽ എക്സാം, 10th സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ഒരാൾക്ക് തൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC GDയും MTSഉം. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ്. ഇതിൽ CGL, CHSL, GD, MTS 4ൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. റീസണിങ്, GK, ക്വാണ്ട്, ഇംഗ്ലീഷ്, അങ്ങനെ സിലബസ് ഓൾമോസ്റ്റ് കണക്റ്റഡാ. ജനറൽ സ്റ്റഡീസ് ഒക്കെ പറഞ്ഞിട്ട് സിലബസ് ഓൾമോസ്റ്റ് ഒരു 90% സിലബസും കണക്റ്റഡാ. കോംപ്ലക്സിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. CGL ഏറ്റവും ടഫസ്റ്റ് ആണ്. ഓക്കെ, CGLന് തൊട്ട് താഴെ സെക്കൻഡ് ടഫസ്റ്റ് ആണ് CHSL. ഏറ്റവും താഴെ അതിന് ശേഷമുള്ളതാണ് GD ആൻഡ് MTS. CGLൻ്റെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് CHSL എഴുതാം, GD എഴുതാം, MTS എഴുതാം. പോരാത്തതിന് RRB ഗ്രൂപ്പ് ഡി എഴുതാം, RRB NTPC എഴുതാം. എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് CGLനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യും. ഒരു ജൂൺ ആകുമ്പോഴത്തേക്കായിരിക്കും മിക്കവാറും നെക്സ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ വരിക. ഈ വർഷം വെൻഡറൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ജൂൺ ജൂലൈ ആകുമ്പോൾ. എലിജിബിലിറ്റി, ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാജുവേഷൻ ഇൻ ദ സെൻസ് നിങ്ങൾ BA, BSc ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഏജ് ലിമിറ്റ് 18 തൊട്ട് 32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. പക്ഷേ അതിൽ ചില പോസ്റ്റ് അനുസരിച്ച് അത് വേരി ചെയ്യും. ഇപ്പോൾ നിങ്ങൾ CBI ഒക്കെ നോക്കുന്നുണ്ടെന്നാണെങ്കിൽ 30 ഇയേഴ്സിനുള്ളിൽ വന്നാൽ ഓക്കെയാണ്. 32 വരെ ചില പോസ്റ്റ് 30, ചില പോസ്റ്റ് 28, ചില പോസ്റ്റ് 32, അങ്ങനെ പോസ്റ്റ് അനുസരിച്ചിരിക്കും. പക്ഷേ 18 തൊട്ട് 32 വയസ്സുള്ള ആൾക്കാർക്ക് ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ഇതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് അറിയോ, 18 വയസ്സിൽ ആർക്കെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ആവുക ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു 21 ഇയേഴ്സ് എങ്കിലും ആ ഒരാൾക്ക് 20 എങ്കിലും ആവും ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോൾ. എനിവേ 18 to 32 ആണ് ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അടുത്ത പോസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റർ, CBI, NIA നിങ്ങൾക്ക് ആക്ച്വലി പോസ്റ്റിംഗ് ഉണ്ടാവുക. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് ഏജൻസി, CBI ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അങ്ങനെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്. സ്റ്റാർട്ടിങ് തന്നെ 44,900 to 1.4 lakh വരെ പോസ്റ്റ് അനുസരിച്ച് സാലറി വേരി ചെയ്യും. ചില പോസ്റ്റ് നല്ല സാലറി ഉണ്ടാകും, ചില പോസ്റ്റിന് മനസ്സിലായല്ലോ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് വെച്ചാൽ ടയർ 1 പ്രിലിംസ്, ടയർ 2 മെയിൻസ്, അങ്ങനെ 2 പാർട്ടായിട്ട് വരുന്നത്. അതിൽ ടയർ 1, ടയർ 2 ആക്ച്വലി ഒബ്ജക്റ്റീവ് ലൈക്ക് റീസണിങ്, GK, ക്വാണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി ജനറൽ അവയർനെസ്, മാത്സ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, പിന്നെ GK ലൈക്ക് കുറച്ച് സയൻസ് ഒക്കെ പഠിക്കണം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. എക്സാക്ട്ലി സിലബസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എനിവേ റീസണിങ്, GK, ക്വാണ്ട്, ഇംഗ്ലീഷ് ഇതൊക്കെയാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് CHSലേക്ക് പോകാം. 12th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ഏജ് ലിമിറ്റ് 18 to 27. പോസ്റ്റ് LDC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, LDC, DEO ഇതൊക്കെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് തന്നെയാണ്. 19,900 to 63,200 വരെ പോസ്റ്റ് അനുസരിച്ച് സാലറി വേരി ചെയ്യും. ടയർ 1, ടയർ 2, ടയർ 3. ടയർ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക. ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്, എസ്സേ എഴുതേണ്ടി വരും, റിട്ടൺ എക്സാം ആണ് മെയിൻലി. ടയർ 3 എന്ന് പറയുന്നത് ടൈപ്പിംഗ് അഥവാ സ്കിൽ ടെസ്റ്റ് ആണ്. മൂന്നാമത്തെ SSC MTS എന്ന് പറയുന്നത് 10th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാം. 18 to 25 years ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CGL ആണെങ്കിലും CHSL ആണെങ്കിലും MTS ആണെങ്കിലും റിസർവേഷൻ അവിടെ ഉണ്ടാവും. OBC, SC, ST എന്നൊക്കെ പറഞ്ഞിട്ട് നോർമലുള്ള ഏജ് ആണ് ഇവിടെ പറയുന്നുള്ളത് 18 to 25. പിന്നെ പോസ്റ്റ് വെച്ചാൽ പ്യൂൺ, ഹവൽദാർ, ഡ്രാഫ്റ്ററി അങ്ങനെയുള്ള പോസ്റ്റൊക്കെ ആയിരിക്കും. 18,000 തൊട്ട് 56,000 വരെ സാലറി ഉണ്ടാവും. പേപ്പർ 1 ഒബ്ജക്റ്റീവ് ലൈക്ക് നമ്മൾ റീസണിങ്, GK, ക്വാണ്ട്, ഇംഗ്ലീഷ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മുടെ CGL നോക്കിക്കോ നിങ്ങൾ സിലബസ്. റീസണിങ് ഉണ്ട്, GK ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ ആണല്ലോ.
CHSL-നും എക്സാക്ട്ലി സെയിം തന്നെ. റീസണിങ് ഉണ്ട്, GK ഉണ്ട്, ക്വാണ്ട് ഇംഗ്ലീഷ് ഉണ്ട്, സെയിം ആണല്ലോ. MTS നോക്കിക്കേ, MTS നോക്കുവാണെങ്കിൽ റീസണിങ് ഉണ്ട്, GK ഉണ്ട്, ക്വാണ്ട് ഇംഗ്ലീഷ് ഉണ്ട്. SSC GD സിലബസ് നോക്കിക്കേ, GD സിലബസ് ഇവിടെ കൊടുത്തിട്ടില്ല, ഐം സോ സോറി. എനിവേ അതിലും റീസണിങ്, ക്വാണ്ട്, ഇതുപോലെ ജനറൽ അവയർനെസ് സെയിം സിലബസാണ് വരുന്നത്. CGL സെയിം സിലബസാണ്, CHSL സെയിം ആണ്, GD സെയിം ആണ്, MTS സെയിം ആണ്. വ്യത്യാസം എന്താ? കോംപ്ലക്സിറ്റി. ഡിഗ്രി ലെവൽ കുറച്ച് ടഫ് ആയിരിക്കും, +2 ലെവൽ കുറച്ച് ഈസി ആയിരിക്കും, 10th ലെവൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, GD എന്ന് പറയുന്നത് 10th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാം. 18-23 വരെയാണ് എന്ത് വരുന്നത്, ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അഗെയിൻ റിസർവേഷൻ ഉണ്ടാവും. പോസ്റ്റ് കോൺസ്റ്റബിൾ ഇൻ BSF, CISF, CRPF, SSB വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്. 21,700 to 69,100 വരെ സാലറി ഉണ്ട്. പിന്നെ ഇവിടെ CBT ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റാണ് വരുന്നത്. CBT എന്ന് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ മീൻസ് നമ്മുടെ എക്സാം, MCQ എക്സാം ആണ് ആക്ച്വലി. മറ്റ് SSCയുടെ എക്സാംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. മറ്റ് എക്സാംസ് എന്ന് പറയുന്നത് SSC JEE ജൂനിയർ എഞ്ചിനീയർ, SSC സ്റ്റീനോഗ്രാഫർ, SSC CP ഇതൊക്കെയാണ് മറ്റ് എക്സാംസ് എന്ന് പറയുന്നത്. അതിൻ്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഇനി RRBനെ കുറിച്ച് ഞാൻ പറയാം. RRB ഗ്രൂപ്പ് D എന്ന് പറയുന്നത് 10th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക്, IT ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് എഴുതാം. 18 തൊട്ട് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇത് ഏറ്റവും വലിയൊരു കാര്യം. കാരണം 10th ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാൾക്ക് 30 years ഒക്കെ ആകുമ്പോൾ ഇനി ലൈഫിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചൊരു ടെൻസ്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യും. കാരണം 33 years വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആക്ച്വലി. ട്രാക്ക് മെയിൻറ്റെയിനർ, ഹെൽപ്പർ, അസിസ്റ്റൻറ്റ്, പോയിന്റ്സ് മെൻ ഇതൊക്കെയാണ് പോസ്റ്റിംഗ്. 18,000 തൊട്ട് 56,000 വരെ പോസ്റ്റ് അനുസരിച്ച് സാലറി ഉണ്ടാവും. ആദ്യം റിട്ടേൺ എക്സാം. എഗെയിൻ നമ്മൾ മോൾ SSCക്ക് പറഞ്ഞ റീസണിങ്, GK, മാത്സ് ഇതൊക്കെയാണ് സിലബസ് വരുന്നത്. എത്ര സിമിലാരിറ്റി ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഫിസിക്കൽ ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. RRB NTPC എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമാണ്. എലിജിബിലിറ്റി 12th പാസ് ഓർ ഗ്രാജുവേഷൻ. 12th പാസ് ആണെങ്കിൽ ഗ്രാജുവേഷൻ. 2 സ്ട്രീം ആക്ച്വലി ഇവിടെ ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പോസ്റ്റ്. ചിലതിന് ഗ്രാജുവേഷൻ വേണം, ചിലതിന് 12th പാസ്സായാലും അറ്റംപ്റ്റ് ചെയ്യാം. 18 to 30 അതേപോലെ തന്നെ 18 to 33 ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് 18 to 33 വരും. 12th ആണെങ്കിൽ 18 to 30 വരും എക്സാം അറ്റൻഡ് ചെയ്യാം. ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗോഡ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് 19,900 തൊട്ട് 35,400 വരെയാണ് 12th ലെവലുള്ള ഈ ഒരു എന്താ പറയുക 12th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ബേസ്ഡ് അപ്പോൺ ദ പോസ്റ്റ് സാലറി ഉണ്ടാവുക. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബിലേക്ക് കയറാം. 25,500 തൊട്ട് 35,400 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇതിൽ റിട്ടേൺ എക്സാം ഉണ്ട്, ടൈപ്പിംഗ് ഉണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ RRB ALP എന്ന് പറയുന്നത് ലോക്കോ പൈലറ്റിൻ്റെ എക്സാമാണ്. ഇത് 10th പാസ് ITI ഡിപ്ലോമ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഏജ് ലിമിറ്റ് 18 to 30. പോസ്റ്റ് അസിസ്റ്റൻറ്റ്, ലോക്കോ പൈലറ്റൊക്കെയാണ്. എഗെയിൻ ജസ്റ്റ് നോക്കുക. JEEയുടെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, കാരണം ഇതിന് ഡിപ്ലോമ ഡിഗ്രി ആവശ്യമാണ്. സോ ഇതാണ് ആക്ച്വലി ഇവിടെ പറയുന്നുള്ളത്. ഇതിൽ CGL-ന് പ്രിപ്പയർ ചെയ്ത CHSL, GD, MTS അറ്റംപ്റ്റ് ചെയ്യാം, RRB ഗ്രൂപ്പ് D അറ്റംപ്റ്റ് ചെയ്യാം, NTPC അറ്റംപ്റ്റ് ചെയ്യാം. ഇതിൽ വരുന്ന സെയിം സിലബസാണ്, കോംപ്ലക്സിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഡിഫിക്കൽട്ടിനെസ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ SSC ഒന്നിന് പ്രിപ്പയർ ചെയ്താൽ SSC ഇപ്പോൾ CGL-ന് പ്രിപ്പയർ ചെയ്താൽ മറ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യാം, അതേപോലെ തന്നെ RRB എക്സാം അറ്റൻഡ് ചെയ്യാം. RRB NTPCക്കൊക്കെ പ്രിപ്പയർ ചെയ്താൽ ചോദിക്കാനായിട്ട് CGL. പക്ഷേ SSC ഇപ്പോൾ GDക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ CHSL-നൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ CHSL-ന് പ്രിപ്പയർ ചെയ്താൽ GD എഴുതാം, MTS എഴുതാം, RRB ഗ്രൂപ്പ് D എഴുതാം. പക്ഷേ GDക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ MTS എഴുതാം, RRB ഗ്രൂപ്പ് D എഴുതാം. സോ നിങ്ങൾക്ക് ഒരു എക്സാം അല്ല, ഇവിടെ പല എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നന്നായിട്ട് പഠിക്കാനും ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നുണ്ടോ? യൂട്യൂബിൽ thousands ഓഫ് വീഡിയോസ് പല ലാംഗ്വേജസിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആണ്. സോ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് സീരിയസ് ആയിട്ട് എടുത്ത് പഠിത്തം സീരിയസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. ഓക്കെ.